കോൺഗ്രസിൽ കീറാമുട്ടിയായിരിക്കുകയാണ് സീറ്റ് വിഭജനം. LDF പ്രചാരണം തുടങ്ങിയപ്പോൾ UDF-ൽ ഘടകകക്ഷികളുമായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ പോലും പൂർത്തിയായിട്ടില്ല. VD സതീശൻ പറയുന്നു അരമണിക്കൂറിൽ ജോസഫ് ഗ്രൂപ്പുമായുള്ള ചർച്ച തീർന്നുവെന്ന്. ജോസഫ് പറയുന്നു ഇനിയും 2 ദിവസം എടുക്കുമെന്ന്. ആരെ വിശ്വസിക്കണം നമ്മൾ? അതൊക്കെ തീരുമാനമായി, എല്ലാം തീരുമാനമായി. ഞാൻ അരമണിക്കൂർ ഞങ്ങൾ ഇരുന്ന് തീരുമാനമായി. അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറയില്ല, അത് നാളെ പ്രഖ്യാപിക്കും. ലീഗും കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ചകൾ തീർന്നു. 2 ദിവസത്തിനുള്ളിൽ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകാനുണ്ട്. ഇന്നലെ രാത്രി 10 മണി കഴിഞ്ഞ് ആലുവ പാലസിൽ വെച്ചായിരുന്നു ഈ ചർച്ച. ആദ്യം പുറത്തേക്ക് ഇറങ്ങിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എല്ലാം ഓക്കെയാണെന്ന് പറഞ്ഞ് സതീശൻ പോയി. പിന്നാലെ വന്ന PJ ജോസഫ് ഒന്നും ഓക്കെയായില്ല എന്നും പറയുന്നു. കഴിഞ്ഞ തവണ 10 സീറ്റിലാണ് ജോസഫ് വിഭാഗം മത്സരിച്ചത്. അതിൽ ഇടുക്കിയും ഏറ്റുമാനൂരും കോൺഗ്രസ് ഏറ്റെടുക്കും. ഇതിൽ അതൃപ്തിയുണ്ടെങ്കിലും ജോസഫിന് മുൻപിൽ മറ്റു വഴിയില്ല. പകരം പൂഞ്ഞാറെങ്കിലും ആവശ്യപ്പെടുന്നുണ്ട്, പക്ഷെ കിട്ടാൻ സാധ്യത കുറവാണ്. ഇടുക്കിയിൽ ജോസഫ് വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥിക്ക് ജയസാധ്യതയില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. പകരം ജയസാധ്യതയുള്ള ആരാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന് ചോദിക്കുന്നുണ്ട് PJ ജോസഫ്. ഇടുക്കി സീറ്റ് കൈമാറുന്നതിനെ ചൊല്ലി കേരള കോൺഗ്രസ് ജോസഫിൽ തർക്കം രൂക്ഷമാണ് താനും. ഇടുക്കിയിൽ നിന്നും 10 അംഗ നേതൃസംഘം തന്നെ PJ ജോസഫിനെ കാണാൻ തൊടുപുഴയിലേക്ക് പോയിട്ടുണ്ട്. അത് മാത്രമല്ല PJ ജോസഫ് മത്സരിക്കുമോ എന്ന കാര്യത്തിലും ഇതുവരെ തീരുമാനമായിട്ടില്ല. തൊടുപുഴയിൽ അപ്പു ജോസഫ് മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാറായിട്ടില്ല.